ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സ്ക്രീൻ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് പൈത്തൺ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൈത്തൺ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? പൈത്തൺ അല്ലാണ്ട് സിയുടെ കുറച്ച് ബേസിക്സ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, പൈത്തൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, എന്താ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈത്തൺ ലാംഗ്വേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൈത്തന്റെ കോഡ് നമ്മൾ എങ്ങനെ എഴുതും, നമുക്ക് മനുഷ്യർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. സാധാരണ രീതിയിൽ മെഷീനിന് മനസ്സിലാക്കുന്ന എന്തായിരിക്കും? മെഷീൻ ലാംഗ്വേജ് ആയിരിക്കും അല്ലെ? പക്ഷെ നമുക്ക് പൈത്തൺ ലാംഗ്വേജ് ആകുമ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജ് അല്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സാധാ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? പൈത്തന്റെ കോഡ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, റീഡബിൾ ആണ്, നമുക്ക് കൂടി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി പൈത്തൺ എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്ന? പൈത്തൺ ലാംഗ്വേജ് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെബ് ഡെവലപ്മെന്റിന് വേണ്ടി, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മെഷീൻ ലേണിംഗിന്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി ഡെവലപ്പ് ചെയ്ത് തരാം ഗൈഡോ ആൻഡ് റോസം ഇൻ 1991 ആദ്യമായിട്ട് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പൈത്തൺ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഡെമോ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? പൈത്തൺ എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. അതായത് ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് എന്ത്, പൈത്തൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് പൈത്തൺ ലാംഗ്വേജിന്റെ സിന്റാക്സ് തന്നെയാണ്. സിന്റാക്സ് മീൻസ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് ഇപ്പം ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പൈത്തണിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സിന്റാക്സ് ഉള്ളത്. അതുകൊണ്ട് പൈത്തൺ എന്താ പറയും? ബിഗിനർ ഫ്രണ്ട്ലി ലാംഗ്വേജ് പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാ? ഫ്രീ ആണ്, അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആണ്. ഇനി നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ ലാംഗ്വേജ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ ലിനക്സിലായാലും വിൻഡോസിലായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൈത്തൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. അത് കൂടാതെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, പൈത്തൺ ഈസ് ആൻ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്. എന്താ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അതിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും. ഇപ്പൊ കോഡ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിരിക്കും പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ? സ്ലോ സ്പീഡ് ആണ്, ഹൈ മെമ്മറി കൺസപ്ഷൻ ആണ്, എറേഴ്സ് ഒക്കേഴ്സ് ഓൺലി ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിൽ മാത്രം നമുക്ക് എറേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതൊക്കെയാണ് അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ IDE എന്നാണ്. IDE എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? IDE. അതായത് ഇപ്പൊ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും നമുക്ക് റൺ ചെയ്യാൻ എന്ത് വേണം? ഒരു സോഫ്റ്റ്വെയർ വേണം അല്ലെ? അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈത്തൺ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IDE ഏതാ? ഒന്നെങ്കിൽ നമുക്ക് പൈചാം യൂസ് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യാം, കൊളാബ് യൂസ് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈത്തൺ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്ന ഏതായിരിക്കും? പൈചാം ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന IDE ഏതാ? പൈചാം. പൈചാമിനകത്താണ് നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പൈത്തണും അതുപോലെ തന്നെ പൈചാമും ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ ഉണ്ടാവില്ലല്ലോ ആപ്പിൽ പൈത്തണും പൈചാമും ഉണ്ടാവില്ലല്ലോ? രണ്ടും ഉണ്ടോ? പൈത്തണും പൈചാമും ഉണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പൈത്തണും പൈചാമും ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണ്. പൈത്തണും പൈചാം എന്ന് പറഞ്ഞ് വേറെ വേറെയാണോ? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അത് റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് എന്ത്? പൈചാം. പൈചാമിനകത്താണ് നമ്മൾ പൈത്തന്റെ കോഡ് എഴുതാൻ വേണ്ടി പോകുന്നത്. അതില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ടാ ചോദിച്ചത്, ഓൾറെഡി ലാപ്പിനകത്ത് ഉണ്ടോ?
ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തു. ഉണ്ട്. ഉം. ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഡാറ്റ ടൈപ്പ് എന്താന്ന് പറയുന്നതിന് മുന്നേ എന്താ ഡാറ്റ എന്ന് പറയണം അല്ലെ? എന്താ ഡാറ്റ എന്ന് പറഞ്ഞാ? സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട്. സ്റ്റോർ ചെയ്യാൻ. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ. നമുക്ക് ഏതൊരു മീനിങ് ഫുൾ ഇൻഫോർമേഷനെയും എന്ത് പറയാം? ഡാറ്റ എന്ന് പറയാം അല്ലെ? ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ 23 എന്ന് കൊടുക്കുന്നത് ഒരു ഡാറ്റ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ 45.5 കൊടുക്കുന്നത് ഇതെന്താ? ഒരു ഡാറ്റയാണ്. ഇനിയിപ്പോ ഞാൻ ആരെങ്കിലും ഒരു പേര് കൊടുക്കും, ഇപ്പം അനു എന്ന് കൊടുത്തു, അതെന്താ? ഒരു ഡാറ്റയാണ്. അജു എന്ന് പറയുന്നത് എന്താ? വേറൊരു ഡാറ്റയാണ് അല്ലെ? അതുപോലെ തന്നെ ഇപ്പം എസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, നോ എന്ന് കൊടുക്കാം. ഇതൊക്കെ എന്താ? ഓരോ ഡാറ്റാസ് ആണല്ലോ അല്ലേ? ഇതിൽ നോക്കാം, ഞാൻ ഇപ്പൊ ഇതിനകത്ത് കുറെ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരേ ടൈപ്പ് ആണോ? സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണോ ഇതൊക്കെ? ഇപ്പൊ നോക്കിയേ 23 അല്ലെങ്കിൽ 45.5 ഒക്കെ എന്താ? നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ അനു, അജു, എസ് ഒക്കെ എന്താ? ടെക്സ്റ്റ് ആണ് അല്ലെ? ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഡാറ്റാസ് ഉണ്ട്. ഏതൊക്കെയാ? നമ്പർ ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡാറ്റാസും ഉണ്ട്. ഇനി നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഇപ്പൊ 23 അല്ലെങ്കിൽ 45.5 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ? ഇതിൽ തന്നെ ഇപ്പൊ 23, 45.5 ഒരേ ടൈപ്പ് ആണ്, ഒരേ ടൈപ്പ് നമ്പേഴ്സ് ആണോ അത് രണ്ടും? ആണോ? 23 എന്താ? ഒരു ഹോൾ നമ്പർ ആണ് എന്ന് പറയാം അല്ലെ? അതുപോലെ തന്നെ ഇനിയിപ്പോ 45.5 ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയാ? പോയിന്റ് നമ്പേഴ്സിന് നമ്മൾ എന്താ പറയാ? ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയും ആണല്ലോ അല്ലെ? നമ്മൾ നോക്കാം ഇപ്പൊ എന്താ? നമ്പേഴ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഹോൾ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഹോൾ നമ്പേഴ്സ് നമ്മൾ പൈത്തണിൽ പറയും ഇന്റിജേഴ്സ് എന്ന് പറയും. എന്താ? ഇന്റിജർ നമ്പർ അല്ലെങ്കിൽ ഇന്റിജേഴ്സ് എന്ന് പറയും. ഇനി ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഹോൾ നമ്പേഴ്സ് നമ്മൾ ഇന്റിജർ നമ്പേഴ്സ് എന്ന് പറയും. ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ എന്താ പറയാ? ഫ്ലോട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നോക്കാം ഈ അനു, അജു ഒക്കെ എന്താ? അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാ? ടെക്സ്റ്റ് ആണ് അല്ലെ? നമ്മൾ പൈത്തണിൽ എന്താ പറയുക? അതിനാ സ്ട്രിങ് എന്ന് പറയും. ഓക്കെ ആണോ? ഇനി വരുന്നതാണ് എസ് അല്ലെങ്കിൽ നോ. ഈ എസ് നോ എന്നൊക്കെ എന്താ പറഞ്ഞെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലെ? നമ്മൾ ട്രൂ ആണെങ്കിൽ എസ്, ഫോൾസ് ആണെങ്കിൽ ഇപ്പൊ നോ എന്ന് പറയാം. ഞാനിപ്പോ ജസ്റ്റ് എസ് നോ എന്ന് കൊടുത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റാസിന്, അതായത് ഏതർ ട്രൂ ഓർ ഫോൾസ്, അപ്പൊ ഇങ്ങനെ ഡാറ്റാസിനെ നമ്മൾ എന്താ പറയാ? ബൂളിയൻ എന്ന് പറയും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇതിന് എന്താ പറയാ? ബൂളിയൻ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബൂളിയൻ ഡാറ്റാസ് എന്ന് പറയും. അപ്പൊ എന്തൊക്കെ? ഇന്റിജർ നമ്പേഴ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട് അല്ലെ? ഈ പൈത്തണിലോട്ട് വരുന്ന സമയത്ത് ഈ ഇന്റിജർ നമ്പേഴ്സിനെ നമ്മൾ ഇന്റ് എന്നുള്ളൊരു കീവേഡ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യും. എന്താ? ഇന്റ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലോട്ട് എന്നുള്ള കീവേഡ് വെച്ചിട്ടായിരിക്കും. ഇനി സ്ട്രിങ് ആണ് ഡാറ്റയെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? str എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ ബൂളിയൻ ആണെങ്കിൽ BOOL, അതായത് ബൂൾ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ പൈത്തണിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ? നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഡാറ്റാസ് ഉണ്ട് എന്ന് പറഞ്ഞു? ഇന്റിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. അതിൽ ഇന്റിജർ ആണെങ്കിൽ നമ്മൾ പൈത്തണിൽ റെപ്രസെന്റ് ചെയ്യുക ഇന്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് ഫ്ലോട്ട്, സ്ട്രിങ് ആണെങ്കിൽ str, ബൂളിയൻ ആണെങ്കിൽ ബൂൾ. ഇത്തരം കീവേഡ്സ്, ഇത്രയും ഈ 4 കീവേഡ്സ് വെച്ചിട്ടാണ് ഈ 4 ഡാറ്റ ടൈപ്സിനെ നമ്മൾ പൈത്തണിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ ഈ കീവേഡ്സ് എന്ന് പറഞ്ഞാല്? ഞാനിപ്പോ കുറെ സമയല്ലേ കീവേഡ്സ് എന്നൊക്കെ പറയുന്ന. കീവേഡ്സ് എന്താണെന്നറിയോ? കീവേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് പൈത്തണിൽ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീവേഡ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ആ ഒരു പെർട്ടിക്കുലർ യൂസിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ചെയ്ത് വെക്കുന്നത്. വേറൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരം കീവേഡ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
ഓക്കെ, ഇപ്പം ഇന്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. അതിന് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇന്റിജർ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതേപോലെ ഫ്ലോട്ട് ഒരു കീവേഡ് ആണ്. അത് എന്തിനു വേണ്ടിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. വേറൊരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു കീവേഡ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ക്ലിയർ ആണോ? അങ്ങനെ വരുന്ന 4 കീവേഡ്സ് ആണ് ഏതൊക്കെയാ? ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഈ 4 ഡാറ്റ ടൈപ്പ്? ഇനി ഇത് മാത്രമാണോ നമുക്ക് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. നമുക്ക് വേറെ കുറെ കളക്ഷൻ ഡാറ്റ ടൈപ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ലിസ്റ്റ്, ടപ്പിൾ, അതുപോലെ തന്നെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഡാറ്റ ടൈപ്സ് ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇത് 4 എണ്ണമാണ്. ഏതൊക്കെയാ? ഇന്റ്, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 4 ഡാറ്റ ടൈപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് നോക്കും? ഓരോ ഡാറ്റ ടൈപ്പ്, അതായത് കളക്ഷൻ ഡാറ്റ ടൈപ്പ് കൂടി നോക്കും. ഓക്കെ ആണോ? അപ്പൊ ഡാറ്റ ടൈപ്പ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താ? വേരിയബിൾ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. വേരിയബിളിന് മുന്നേ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ വരക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു തിയേറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതൊരു തിയേറ്റർ ആണ്. ഇതിനകത്ത് കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, കുറെ സീറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം ഒരു 1000 സീറ്റിന്റെ അടുത്ത് ഉണ്ട് എന്ന് വിചാരിക്കാം. ടോട്ടൽ ഒരു 1000 സീറ്റ് ഒരു തിയേറ്ററിനകത്ത് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഇതിനൊന്നും എന്തില്ല? സീറ്റ് നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു സീറ്റിൽ പോയി ഇരുന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? മൂവീസ് മൊത്തം കണ്ടു. മൂവി മൊത്തം കംപ്ലീറ്റ് ചെയ്തു, മൊത്തം കണ്ടു. ഞാൻ ഇറങ്ങി വന്നു. ഇറങ്ങി വരുന്ന സമയത്താണ് മനസ്സിലായത് എന്തോ ഒരു സാധനം ഞാൻ ഇരുന്ന് ഈ ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് മറന്നു വെച്ചിട്ട് പോയി. അപ്പൊ എന്ത് ചെയ്യണം? തിരിച്ചു പോയത് എടുക്കണം അല്ലെ? സീറ്റ് നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പെട്ടെന്ന് പോയിട്ട് സാധനം നമുക്ക് എടുത്തിട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷെ ഈ ഒരു കേസിൽ എന്തില്ല? ഇതിന് സീറ്റ് നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് എടുക്കുക? പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റുമോ? സ്ഥലം എവിടാന്ന് നമുക്ക് അറിയില്ല അല്ലെ? കുറെ സീറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു 1000ന്റെ അടുത്ത് സീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. ആ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ സീറ്റും ഇങ്ങനെ കയറി 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 നോക്കേണ്ടി വരും അല്ലെ? അവസാനം അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടും നമ്മൾ മറന്നു വെച്ച ആ സാധനം നമുക്ക് എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഇനി ഇതിന് പകരം ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ ഒരു തിയേറ്ററിൽ മൊത്തം സീറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? എളുപ്പത്തിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ 10ാം സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത് എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോ സീറ്റ് പോയി നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? ഡയറക്റ്റ് നേരെ പോവും. ആ 10ാം സീറ്റ് നമ്പറിൽ പോവും. നമ്മൾ എന്താണോ നമുക്ക് സാധനം എടുക്കാനുള്ളത് അത് എടുത്തിട്ട് തിരിച്ചു വരും. ആണല്ലോ? ഇനി ഇതേ സാധനം ഇപ്പൊ ഞാൻ തിയേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ പൈത്തൺ അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുള്ള മെമ്മറി ആണെന്ന് വിചാരിക്കാം. ഞാൻ തിയേറ്റർ എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു മെമ്മറി ആയിട്ട് എടുക്കാം. അപ്പൊ മെമ്മറിക്കകത്ത് ഇതുപോലെ എന്തുണ്ടാവും? ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലെ? നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും? മെമ്മറിക്കകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റ എന്ത് ചെയ്യണം? മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ മെമ്മറിക്കകത്ത് ഏതോ ഒരു സ്പേസിൽ എന്ത് ചെയ്തു? 10 എന്ന് പറയുന്ന ഒരു ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തിയേറ്ററിന്റെ കേസ് പറഞ്ഞതുപോലെ ഈ മെമ്മറിക്ക് എന്തില്ല? സ്പെഷ്യൽ പേരും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നീട് ഈ 10 എന്ന് പറയുന്ന ഡാറ്റയെ ആക്സസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പിന്നെ എനിക്ക് 10നെ എടുക്കാൻ പറ്റുമോ? എവിടെ പോയി എടുക്കും അല്ലെ? മെമ്മറിക്കകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ എവിടെയാണ് ഈ 10 സ്റ്റോർ ചെയ്തു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല, അതിനെ അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 10നെ പിന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂല അല്ലെ? അതിന് പകരം ഞാൻ 10 സ്റ്റോർ ചെയ്ത ആ വാല്യൂ 10 സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറി സ്പേസിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ അതിനൊരു പേര് കൊടുത്തു, എ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറി സ്പേസിനകത്ത് എ എന്ന് പറയുന്ന സ്പേസിലാണ് എന്തുള്ളത്? 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന് പെട്ടെന്ന് ആക്സസ് ചെയ്തൂടെ? എന്ത് ചെയ്താൽ മതി? എ എന്നുള്ള സ്പേസിനകത്ത് പോയിട്ട് ആ വാല്യൂ എടുത്താൽ മതി അല്ലെ? അല്ലെങ്കിൽ അതിനോട് പറഞ്ഞു കൊടുത്താൽ മതി എ എന്നുള്ള സ്പേസിലാണ് എന്തുള്ളത്? 10 നുള്ള വാല്യൂ ഉള്ളത്, എനിക്ക് അതിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കി? ഈ മെമ്മറിക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ വേരിയബിൾ എന്ന് പറയുന്നത്?
നെയിംഡ് മെമ്മറി കണ്ടെയ്നറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു മെമ്മറി സ്പേസിന് കൊടുക്കുന്ന ഒരു പേരാണ് എന്ത്, വേരിയബിൾ. അപ്പൊ ഇങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താ, നമുക്ക് എപ്പോഴാണോ ആ ഒരു സ്പേസിനകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂവിനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ ആക്സസ് ചെയ്യാം, ഈ ഒരു വേരിയബിൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ വേരിയബിൾ എന്താന്ന് മനസ്സിലായി, വേരിയബിൾ കൊടുക്കുന്നതുകൊണ്ടുള്ള യൂസും മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്കിനി എങ്ങനെയാ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണ്ടേ, അതായത് മെമ്മറി സ്പേസിന് എങ്ങനെയാ പേര് കൊടുക്കാന്ന് നോക്കണം അല്ലെ. പേര് കൊടുക്കാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാന്നാ നോക്കുന്നത്. വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇവിടെ ഞാനിപ്പോ എന്താ കൊടുത്ത, മെമ്മറി സ്പേസിന് ഏന്നില്ല പേര് കൊടുത്തു. ആ എ എന്ന് പറയുന്ന പേരിനകത്ത് 10 വാല്യൂ സ്റ്റോർ ചെയ്തു അല്ലെ. സെയിം സാധനം എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിനകത്തോട് 10 വാല്യൂ കൊടുത്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ, എന്താണോ നമ്മുടെ വേരിയബിളിന്റെ പേര് ആ പേര് കൊടുക്കാം. ഇവിടെ എന്റെ വേരിയബിളിന്റെ പേരെന്താ, എ ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു നോക്കാം, എ, വേരിയബിളിന്റെ പേര് എന്ത് കൊടുത്തു, എ എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് വേണം, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ വേണം. ഇതെന്ത് ഓപ്പറേറ്ററാ, ഇത് ഈക്വൽ ടു അല്ല, ഇതിന് ഈ ഓപ്പറേറ്ററിന്റെ പേരെന്താ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ എന്ത് കൊടുത്തു, എ ഈക്വൽ ടുന് പകരം നമ്മൾ എന്ത്, ഇത് ഈക്വൽ ടു അല്ല, പകരം ഈ ഓപ്പറേറ്ററിന്റെ പേരെന്താ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതിന് ശേഷം എന്ത് കൊടുക്കാം, നമുക്ക് ഏതാണോ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് ആ വാല്യൂ കൊടുക്കാം. ഇതിലിപ്പോ എന്താ നടക്കുന്നത്, എ എന്ന് പേരുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവും അല്ലെ. അതിനകത്തോട്ട് ഏത് വാല്യൂ അസൈൻ ചെയ്യുന്നു, 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിൽ എന് നമ്മൾ എന്ത് പറയും, ഇതിൽ എ എന്താ, വേരിയബിൾ. വേരിയബിൾ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാലോ, അറിയോ, ഒന്നുകിൽ വേരിയബിൾ നെയിം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയും, ഐഡന്റിഫയർ എന്ന് പറയും. ഓക്കെ, എ എന്ന് പറയുന്നത് ഒന്നുകിൽ വേരിയബിൾ നെയിം എന്ന് പറയാം, അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്ന് പറയാം. ഇനി ഈ ഈക്വൽ ടു ഓപ്പറേറ്ററിന്റെ പേരെന്താ, അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതിനുശേഷം ഈ 10 എന്ന് പറയുന്ന എന്താ, ഈ വേരിയബിളിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ എ ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ആര് സ്റ്റോർ ആവുന്നുണ്ട്, 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത് നേരത്തെ നോക്കുക, ഞാൻ ഡാറ്റ ടൈപ്പ് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഏതൊക്കെയായിരുന്നു ഡാറ്റ ടൈപ്പ്, ഏതൊക്കെയായിരുന്നു, ഇന്റിജർ, ഇന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ്, സ്ട്രിങ്, ബൂളിയൻ അല്ലെ. ഇതിന് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത് എന്തിനാ, ടെക്സ്റ്റ് ഡാറ്റ നമ്മൾ സ്ട്രിങ് എന്ന് പറയാന്ന് പറഞ്ഞു. അതായത് നമ്മൾ ടെക്സ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ സ്ട്രിങ് ആണ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ എനിക്ക് അനു എന്ന് പറഞ്ഞ ഡാറ്റ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ പറ്റില്ല. പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഡാറ്റ സ്ട്രിങ് ആണെങ്കിൽ ഒന്നുകിൽ ഡബിൾ കോട്ട്സിനകത്ത് അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനകത്ത് വേണം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സ്ട്രിങ് നമ്മൾ എപ്പോഴും എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് നോക്കുക, ഒന്നുകിൽ സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡബിൾ കോട്ടിനകത്ത് വേണം വാല്യൂ കൊടുക്കാൻ വേണ്ടിട്ട്. ക്ലിയർ ആണോ? നേരെ തിരിച്ചു പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ സ്ട്രിങ് എപ്പോഴും നമ്മൾ ഡബിൾ കോട്ട്സിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനകത്തോ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഞാനിപ്പോ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ, നമ്മൾ പ്രോഗ്രാമിനകത്ത് എവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഡബിൾ കോട്ടിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനകത്തോ കാണുന്നുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ഡാറ്റാസ് എഴുതാം, അത് നിങ്ങൾ അത് ഏത് ഡാറ്റ ടൈപ്പിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് ഏത് ഡാറ്റ ടൈപ്പാ, ഇന്റിജർ അല്ലെ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുന്നത് ഇത് ഏത് ഡാറ്റ ടൈപ്പാ, സ്ട്രിങ്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കോഡ്സിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ കാണുന്നുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റ ടൈപ്പിലായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. അപ്പൊ 56 എന്ന് പറയുന്ന ഇന്റിജർ നമ്പർ ആണെങ്കിലും അത് കോഡ്സിനകത്ത് കൊടുത്തോണ്ട് അത് ഏത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും, സ്ട്രിങ് ആയിരിക്കും.
ഇനി അതേപോലെ തന്നെ എനിക്ക് ബൂളിയന്റെ കേസ് കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ബൂളിയൻ ഏതൊക്കെയാ വാല്യൂ ഒന്നിക്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ട്രൂ ഫോൾസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടീന്റെ ട്രൂവിന്റെ ടി എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ഇരിക്കണം. അതുപോലെ തന്നെ ഫോൾസിന്റെ എഫ് എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ഇരിക്കണം. ക്ലിയർ ആണോ? ടി സ്മോൾ അല്ലെങ്കിൽ എഫ് സ്മോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, എറർ വരും. എറർ മീൻസ് അത് ഏത് ഡാറ്റ ടൈപ്പിലായിരിക്കില്ല, ബൂളിയനിലായിരിക്കില്ല. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇത് ഏത് ഡാറ്റ ടൈപ്പ് ആണ് പറഞ്ഞ, ഇത് ഏത് ഡാറ്റ ടൈപ്പാ? സ്ട്രിങ്. സ്ട്രിങ് ആണോ? അതെങ്ങനെ സ്ട്രിങ് ആയത്? സ്ട്രിങ് ആവണം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനുണ്ടാവണം, കോഡ്സിനകത്ത് ഉണ്ടാവണം. ഇപ്പൊ ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് സ്ട്രിങ് ആവോ? ഇല്ല. ഇനി ഇത് ബൂളിയൻ ആവോ? ബൂളിയൻ അല്ല. ബൂളിയൻ അല്ല. കാരണം എന്താ, ടി എന്താ സ്മോൾ ലെറ്ററിലാണ് ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് ഇത് ഒരു ഡാറ്റ ടൈപ്പിലും വരില്ല, നമുക്ക് എന്ത് വരും, എറർ വരും. ഇനിയിപ്പോ ഞാൻ ഇത് കോഡ്സിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഏത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും, ഇപ്പൊ ഏതായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. ക്ലിയർ ആണോ? കോഡ്സിനകത്ത് അല്ലെങ്കിൽ അത് എറർ ആണല്ലേ? അത് എറർ ആണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു സ്ട്രിങ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് എപ്പോഴും എന്തിൽ കൊടുക്കണം, കോഡ്സിനകത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കോഡ്സ് കാണുവാണെങ്കിൽ അത് എന്തായിരിക്കും, സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്ക് വേരിയബിളിന്റെ കേസ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും, അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന പറഞ്ഞു അല്ലെ. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈ കോഡ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ കാണുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളതായിരിക്കും എന്ത്, ആ വേരിയബിളിന്റെ പേരും, റൈറ്റ് സൈഡ് ഉള്ളത് ആ വേരിയബിളോട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും. ഇവിടെ നോക്ക്, എ എന്ന് പറയുന്നില്ല വേരിയബിളിന്റെ പേര്, അസൈൻമെന്റ് ഓപ്പറേറ്ററിന് ശേഷം കൊടുക്കുന്ന വാല്യൂ ആണ് എന്ത്, നമ്മൾ ആ ഒരു വേരിയബിളോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നോക്കാം, ഞാൻ ഇവിടെ എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. അതിന് താഴെ ഞാൻ കൊടുക്കുവാണ് എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിക്കുക മെമ്മറിക്കകത്ത്? മാറി 20 ആവും. എ മാറി 10 മാറി 20 ആവും. അതായത് ഇപ്പൊ ഇവിടെ തന്നെ പേര് ഇത് തന്നെ ഇരിക്കും, ഈ 10 മാറി ഇവിടെ 20 ആവുന്നാണോ? അങ്ങനെയല്ല സംഭവിക്കുക. ഫസ്റ്റ് ഞാനിപ്പോ എ ഈക്വൽ 10 ആണ് അല്ലെ. അപ്പൊ എ സ്പേസ് വരും, അവിടെ എന്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും, 10 സ്റ്റോർ ആയി അല്ലെ. ഇനി ഞാൻ പിന്നീട് എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നീ 10 മാറി 20 ആവില്ല. പകരം ഇതിന്റെ പേരില്ലേ, വേരിയബിൾ നെയിം, അത് ഈ മെമ്മറി സ്പേസിൽ നിന്ന് പോകും. ഈ മെമ്മറി സ്പേസിന്റെ പേര് എ ആയിരിക്കില്ല, പകരം വേറെ ഒരു മെമ്മറി സ്പേസിൽ എന്ത് വരും, പേര് എ വരും. അവിടെ ഏത് വാല്യൂ സ്റ്റോർ ആവും, 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. ക്ലിയർ ആണോ? ഇപ്പൊ ഈ 10 എന്തില്ല, വേരിയബിൾ നെയിം ഇല്ല അല്ലെങ്കിൽ വേരിയബിൾ ഇല്ല അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 പിന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അത് ഒന്നുകൂടെ പറയോ? ഞാൻ ആദ്യം എ ഈക്വൽ ടു 10 കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക, മെമ്മറിക്കകത്ത് ഏതെങ്കിലും ഒരു സ്പേസിൽ അവിടെ എന്ത് ക്രിയേറ്റ് ആവും, എ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ആവും, അതിന്റെ വാല്യൂ 10 ആവും ആണല്ലോ. ഇനി ഞാൻ പിന്നെ എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 അവിടുന്ന് മാറൂല, പകരം എന്ത് മാറും, ആ വേരിയബിൾ നെയിം അത് പോവും. അതിന്റെ വേരിയബിൾ നെയിം എ ആയിരിക്കില്ല പിന്നെ. ഓക്കെ, വേരിയബിൾ നെയിം അവിടുന്ന് റിമൂവ് ആവും, പകരം എവിടെയാണ് 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആയിട്ടുള്ളത് അതിന്റെ വേരിയബിൾ നെയിം ആരാവും, എ ആവും. ഓക്കെ ആണോ? അപ്പൊ നോക്കിയേ, എനിക്ക് ഇനിയിപ്പോ ഞാൻ എനെ ആക്സസ് ചെയ്യാൻ നോക്കി എനിക്ക് ഏത് വാല്യൂ വരിക, 20 എന്നുള്ള വാല്യൂ കിട്ടുക അല്ലെ. അപ്പൊ ഈ 10 ആക്സസ് ചെയ്യണമെങ്കിലോ എറർ വരും. ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? വേരിയബിൾ നെയിം ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂവിന് എടുക്കാൻ വേണ്ടി പറ്റൂല അല്ലെ. അപ്പൊ ശരിക്കും ഈ ഒരു സ്പേസ്, ഇപ്പൊ 10 സ്റ്റോർ ചെയ്ത ഈ ഒരു സ്പേസ് ശരിക്കും വേസ്റ്റ് അല്ലേ. ഇതിനൊരിക്കലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ആ ഒരു സ്പേസ് 10 സ്റ്റോർ ചെയ്തിട്ട് ഓൾറെഡി ഫിൽ ആവുകയും ചെയ്തിട്ടുണ്ടാവും
അല്ലെ? അപ്പം ഇങ്ങനെയുള്ള നമുക്ക് വേസ്റ്റേജ് സ്പേസ്, അതായത് നമുക്ക് പിന്നീട് അതിനെ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്പേസ് ഉണ്ടാവും. ഇതേപോലെ നമ്മൾ വേരിയബിൾ നെയിം മാറ്റി കൊടുക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള നമുക്ക് വേസ്റ്റേജ് സ്പേസ് റിമൂവ് ചെയ്ത് നമുക്ക് പൈത്തണിനകത്ത് ഗാർബേജ് കളക്ടർ എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്താ ഗാർബേജ് കളക്ടർ. അപ്പൊ ഈ ഗാർബേജ് കളക്ടറിന്റെ ഒരു പ്രോസസ്സ് എവിടെയാണ് ഈ ഒരു വേസ്റ്റേജ് സ്പേസ് ഉള്ളത് അതൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. ഈ 10നെ ഇവിടുന്ന് എന്താവും, റിമൂവ് ചെയ്യും. ആ ഒരു സ്പേസ് അവിടെ ബ്ലാങ്ക് ആക്കി വിടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഞാനിപ്പം എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ? ഇങ്ങനെ നമുക്ക് വേരിയബിൾ നെയിം എങ്ങനെയൊക്കെ ക്രിയേറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾ നെയിം കൊടുക്കാന്നാ നോക്കുന്നത്. നമുക്ക് ഏതൊക്കെ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ വേരിയബിൾ നെയിം ആയിട്ട്? ഇല്ല, നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ നെയിം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതില് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മളുടെ വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇപ്പൊ 6A അല്ലെങ്കിൽ 5B = 10 ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്, നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ നമ്പർ ഇടയിൽ വരാം കേട്ടോ. ഇപ്പം A6 = 10 എന്നൊക്കെ കൊടുക്കാം. സ്റ്റാർട്ടിങ് ഒരിക്കലും എന്താവരുത്, നമ്പർ ആവരുത്. ഇനി ഏതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചെങ്കിൽ, ഒന്നുകിൽ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, വേരിയബിൾ നെയിം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്നുകിൽ A = 10 കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക, അണ്ടർസ്കോർ A = 20 എന്ന് കൊടുക്കാം. ഇത് പോസിബിൾ ആണ്, നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് മാത്രം. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ പറയാനുള്ളത്, വേരിയബിൾ നെയിം ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കീവേഡ്സ് യൂസ് ചെയ്യരുത്. അതായത് int = 10 അല്ലെങ്കിൽ float = 20 അങ്ങനെ ഒരു കീവേഡ് ഒരിക്കലും നമ്മൾ വേരിയബിൾ നെയിം ആയിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പിന്നെ പറയാനുള്ളത്, വേരിയബിൾ നെയിമിൽ നമ്മൾ ഒരിക്കലും ഒരു സ്പെഷ്യൽ സിംബൽസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതായത് ഇപ്പൊ ഹാഷ്, ഡെൽറ്റ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വേരിയബിൾ നെയിമിനകത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇനി ഞാൻ പറയുന്നത് നോക്കുക, ഞാൻ A = 10 കൊടുത്തു. രണ്ടാമത് ഞാൻ ഈ ക്യാപിറ്റൽ A = 20 എന്ന് കൊടുത്തു. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? രണ്ടും വേറെ വേറെ വേരിയബിളാ. രണ്ടും എന്താ, വേറെ വേറെ സ്പേസിനകത്തോട്ട് സ്റ്റോർ ആവുന്നത്. കാരണം എന്താ വെച്ചാൽ പൈത്തൺ എന്ന് പറയുന്നത് എന്താ, ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. ആ കേസ് മാറുമ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെയിം ആയിരിക്കില്ല, രണ്ടും രണ്ട് തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും ഒരു കീവേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി എന്താ, നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം, സ്പെഷ്യൽ സിംബേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകിൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താ ഡാറ്റ ടൈപ്പ്, എന്താ വേരിയബിൾ എന്ന് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിന്റ് ഫംഗ്ഷൻ എന്താ നോക്കാനുള്ളത്. പൈച്ചാം ഉണ്ടല്ലോ. നോക്കാം എങ്ങനെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് പൈച്ചാം ഓപ്പൺ ആക്കിയേ. ഫയൽ ക്രിയേറ്റ് ചെയ്തു. എന്താ ഫയൽ ക്രിയേറ്റ് ചെയ്തു? ചെയ്തിട്ടുണ്ടോ? പൈത്തൺ മുന്നേ പഠിച്ചിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഫയൽ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു തരണ്ട. ഓക്കെ ആണോ? ഓക്കെ,
ഇനി നോക്കാം, നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ പൈത്തണിനോട് പറയാണ് എനിക്കൊരു ഹായ് വേണം. ഓക്കെ, എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് വേണം? ഹായ് വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമ്മുടെ ലാംഗ്വേജിൽ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ റിസൾട്ട് നമുക്ക് എവിടെയാ തരുക? നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് തരുക ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് എനിക്കൊരു ഹായ് വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഇവിടെ എങ്ങനെയാ പറയുക? പ്രിന്റ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ഇനി പ്രിന്റിനകത്ത് എന്ത് കൊടുത്താലും എനിക്കത് എവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും? എനിക്ക് ഔട്ട്പുട്ടിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കാര്യം ചോദിച്ചെങ്കിലും നമുക്ക് അതിനുള്ള റിസൾട്ട് എങ്ങനെയാ തരുമോ? നമുക്ക് ഔട്ട്പുട്ടിലൂടെയാണ് പറഞ്ഞു തരിക. ഔട്ട്പുട്ടിലൂടെ പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മൾ ഏതിൽ കൊടുക്കണം? പ്രിന്റ് ഫംഗ്ഷന്റെ അകത്ത് കൊടുക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ ഞാനൊരു 36 അല്ലെങ്കിൽ 45 എനിക്ക് പ്രിന്റ് ചെയ്ത് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് 45 എന്ന് വേണം കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാ പൈത്തൺ ഫയൽ റൺ ചെയ്യാന്നാ നോക്കുന്നത്. റൺ ചെയ്യാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് മേലെ ഇവിടെ കണ്ടാവും മെയിൻ എന്ന് വെച്ചൊരു ഫയൽ ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ് എന്ത്? മെയിൻ എന്ന് പറയുന്ന ഫയല്. അല്ലാണ്ട് നമ്മളെ പുതിയ ഫയൽ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക? നമ്മളെ പ്രൊജക്ടിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂവിനകത്ത് എന്തുണ്ടാവും? പൈത്തൺ ഫയലിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിന് പേര് കൊടുത്ത് എന്ത് ചെയ്യുക? എൻ്റർ അടിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? നമ്മുടെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ എന്ത് എക്സ്റ്റൻഷൻ എന്തായിരിക്കും? .py ആയിരിക്കും പൈത്തന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇത് അറിയാന്ന് പറഞ്ഞോളൂ, ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കുക, ഇനി ഞാൻ പ്രിന്റ് കൊടുത്തു അല്ലേ? അപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ main.py ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്ന ഫയലായിട്ട് ഇവിടെ വരിക. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോ ഏതാ വരേണ്ടത്? intro.py അകത്താണ് ഞാൻ പ്രിന്റ് 45 എന്ന് കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് റൺ ചെയ്യേണ്ട ഫയൽ ഏതാ? intro.py ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ മെയിനിന്റെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക? കറന്റ് ഫയൽ ഓപ്ഷൻ ആക്കുക, അതിനുശേഷം റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ വേണ്ടി പറ്റും. റൺ ചെയ്യുമ്പോൾ നോക്കിയാൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 45 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി എനിക്കൊരു സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്യിക്കണ്ടെങ്കിലോ എന്ത് കൊടുക്കണം? ജസ്റ്റ് അനുന്ന് കൊടുത്തെങ്കിൽ എനിക്ക് പ്രിന്റ് ചെയ്ത് വരും. ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് നോക്ക് എറർ വരും അല്ലേ? നോക്ക് ഇവിടെ ഒരു വലിയൊരു എറർ വന്നിട്ടുണ്ട്. കാരണം എന്താ? അനു എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് നമ്മൾ എപ്പോഴും എന്തിൽ കൊടുക്കണം? ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കണം, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനകത്ത് കൊടുക്കണം അല്ലെ? ഞാനിവിടെ പ്രിന്റ് അനു എന്ന് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇനി റൺ ചെയ്ത് എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? അനു എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ നോക്കിയ 45 എന്ന് പറയുന്ന ഇന്റ് ആണെന്ന് എനിക്കറിയാം, അനു എന്ന് പറയുന്നത് സ്ട്രിങ് ആണെന്ന് എനിക്കറിയാം അല്ലെ? പക്ഷെ എനിക്ക് ഈ പൈത്തൺ ഇതിനോട് ചോദിക്കണം ഇത് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. നമുക്ക് ഫംഗ്ഷൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അതേപോലെ നമുക്ക് ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ എനിക്ക് 45 ഏതുണ്ട്? എനിക്ക് അറിയാം ഇത് ഇന്റ് ആണെന്ന് അറിയാം, പക്ഷെ എനിക്ക് ഒന്നുകൂടി ഇതിനകത്തോട്ട് ചോദിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു? ടൈപ്പ് ഫംഗ്ഷൻ. ഈ ടൈപ്പ് ഫംഗ്ഷനകത്ത് ടൈപ്പ് ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ആണ്. ഇത് ഏത് ഫംഗ്ഷൻ ആണ് അതിന് എന്തുണ്ടാവും? ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ടൈപ്പിന്റെ അകത്ത് ഞാൻ 45 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്തെങ്കിൽ എന്ത് തരും? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇത് ഏത് ഡാറ്റ ടൈപ്പ്, അതായത് ഇന്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിന് മനസ്സിലാവും അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണെന്നുള്ളത്. ഞാൻ ചോദിച്ചു അതിനകത്ത് അറിയാം ഇന്റ് ആണെന്ന് അറിയാം, പക്ഷെ അത് എനിക്ക് ഔട്ട്പുട്ടിൽ അതിന് പറഞ്ഞുതരാൻ പറ്റില്ല. അല്ലാതെ എന്ത് ചെയ്യിക്കാനേ അറിയൂ? പ്രിന്റ് ചെയ്യിച്ച് കാണിക്കാനേ അറിയൂ. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കണം? ജസ്റ്റ് ടൈപ്പ് ഓഫ് 45 എന്ന് കൊടുത്താൽ മാത്രം പോരാ, പ്രിന്റ് ഫംഗ്ഷന്റെ അകത്ത് പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് 45 എന്ന് വേണം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് 45 എന്ന് കൊടുത്തെങ്കിൽ അത് മനസ്സിലാക്കും സ്വന്തം ഇന്റ് ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല? ഔട്ട്പുട്ടിൽ തരൂല. അപ്പൊ ഔട്ട്പുട്ടിൽ തരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ടൈപ്പ് 45 എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പൊ നോക്കി ഔട്ട്പുട്ട് എന്ത് കിട്ടി? ക്ലാസ് ഇന്റ്, അതായത് 45 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്, ഇന്റ് ആണ് എന്നുള്ളത്. ക്ലിയർ ആണോ? ഇനി ഇതേപോലെ നമുക്ക് എനിക്ക് അനുവിന്റെ കാണണമെങ്കിലോ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ടൈപ്പ് ഓഫ് എന്ത് കൊടുക്കണം? അനു അല്ലേ? അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കേണ്ടതെന്നും എങ്ങനെയാ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യേണ്ടതെന്നും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കി. ജസ്റ്റ് ഏതെങ്കിലും 2 വാല്യൂ പ്രിന്റ് ചെയ്യിക്കുക, അതിനുശേഷം അതിന്റെ ഡാറ്റ ടൈപ്പ് കൂടി ചെക്ക് ചെയ്യുക.
ചെയ്തിട്ടുണ്ട്. ചെയ്തോ? ആ അപ്പൊ ഇത്രയും ക്ലിയർ ആണ് അല്ലെ? ആ ഇനിയിപ്പോ നമ്മൾ എന്താ നോക്കി അതിന് ശേഷം എന്താ വേരിയബിൾ എന്ന് നോക്കി വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക? ആദ്യം എന്തായിരിക്കണം? വേരിയബിളിന്റെ പേര് കൊടുക്കണം അല്ലെ? ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് എ എന്ന് കൊടുത്തു. അതിന് ശേഷം എന്ത് വേണം? ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുക്കണം. ഇനി ആ ഒരു വേരിയബിളിലോട്ട് നമ്മൾ എന്താണോ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഒരു വാല്യൂ കൊടുക്കണം. എന്ത് കൊടുത്തു? 10 കൊടുത്തു. അപ്പൊ ഞാനിപ്പം എ ഈക്വൽ ടു 10 കൊടുത്തെങ്കിൽ ഇതിന്റെ മെമ്മറിക്കകത്ത് എന്ത് നടന്നിട്ടുണ്ടാവും? ഇപ്പം എ എന്ന് പറയുന്ന ഒരു സ്പേസിനകത്ത് 10 വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇനി എനിക്ക് പ്രിന്റ് ചെയ്യിക്കുന്നത് 10 വാല്യൂ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അതിനെ പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എങ്ങനെയാ പ്രിന്റ് ചെയ്യിച്ചത്? പ്രിന്റ് 10 കൊടുത്തു അല്ലെ? ഇപ്പൊ നമുക്കൊരു വേരിയബിൾ ഉണ്ട് അല്ലെ? 10 സ്റ്റോർ ചെയ്തെടുത്ത് എന്തുണ്ട്? അതിന്റെ പേര് എന്തുണ്ട്? എ എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്താൽ മതി? ആ വേരിയബിളിന്റെ പേര് വെച്ച് എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 10 പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് കൊടുത്താൽ മതി? നോക്കിയേ, പ്രിന്റ് ഓഫ് എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഇനി ഈ എനെ നമ്മൾ കോഡ്സിനകത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്തുകൊണ്ട്? നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ, അത് സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ടോ? ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യണ്ടോ. ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നത് ഒരു വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? കോഡ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? ഒരു വേരിയബിൾ ആണ്. ഒരു വേരിയബിൾ അല്ലേ എന്ന് പറയുന്നത്? അപ്പൊ വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ആ വേരിയബിളിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് പ്രിന്റ് ചെയ്ത് വന്നു? 10 പ്രിന്റ് ചെയ്ത് വന്നു. കാരണം എന്താ? ഞാൻ പ്രിന്റ് എ എന്നാ കൊടുത്തത്. എയിൽ ആരുണ്ട്? 10 ഉണ്ട്. സോ എനിക്ക് എന്ത് കിട്ടി? 10 ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ ആണോ? ഇപ്പൊ ഒരു സ്ട്രിങ് ആണ് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അപ്പം കോഡ്സ് കൊടുക്കണ്ടേ? വേണ്ട. ഇപ്പൊ നോക്ക്, ഞാൻ എ ഈക്വൽ ടു അനു എന്ന് കൊടുത്തു. ഞാനിവിടെ വേരിയബിൾ ഈ അനുന്ന് പറഞ്ഞിട്ടല്ല പ്രിന്റ് ചെയ്യിക്കുന്നത്. പകരം വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ എന്ത് കൊടുത്താൽ മതി? പ്രിന്റ് ചെയ്യുന്ന മാത്രം കൊടുത്താൽ മതി. വേരിയബിൾ നെയിം കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു വേരിയബിൾ നെയിമിൽ ആരെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെ പ്രിന്റ് ചെയ്യിക്കും. അനുവിനെ പ്രിന്റ് ചെയ്യിക്കും. കണ്ട? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റിനകത്ത് സ്ട്രിങ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണ്ടു? പ്രിന്റിനകത്ത് ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കണ്ടു. ഓക്കെ, വേരിയബിളിനകത്ത് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേരിയബിൾ നെയിം മാത്രം കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യണമെങ്കിലോ നമ്മൾ നേരത്തെ ജസ്റ്റ് വെറുതെ പ്രിന്റിനകത്ത് ടൈപ്പ് ഓഫ് ആ വാല്യൂ അങ്ങനെ തന്നെ കൊടുത്തു അല്ലെ? ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ആ വാല്യൂവിന് ഒരു വേരിയബിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിന്റിനകത്ത് ടൈപ്പ് ഓഫ് എന്ത് കൊടുത്താൽ മതി? എ എന്ന് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റേന്റെ ഡാറ്റ ടൈപ്പ് കിട്ടും. അതെന്താ? സ്ട്രിങ് ആണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ വേരിയബിൾ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഞാൻ ഈ ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്തെങ്കിൽ അതിനകത്ത് ഇതിന്റെ റിസൾട്ട് എന്താ? ശരിക്കും സ്ട്രിങ് എന്ന് കിട്ടും അല്ലെ? അത് പ്രിന്റ് ചെയ്യിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരാത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ടൈപ്പ് ഓഫ് എ കണ്ടിട്ട് ഞാനൊരു വേരിയബിൾ അതിന്റെ സ്റ്റോർ ചെയ്യാണ്. എങ്ങനെ വേരിയബിൾ സ്റ്റോർ ചെയ്യുക? വേരിയബിൾ നെയിം കൊടുത്തു, അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്തു അല്ലെ? ഇപ്പൊ ബിയിൽ എന്താ സ്റ്റോർ ചെയ്യുക? ഈ എന്റെ ടൈപ്പ് കണ്ടുപിടിച്ച റിസൾട്ട് ഇപ്പൊ ഏതിലുണ്ടാവും? ബിന്റെ അകത്ത് ഉണ്ടാവും അല്ലെ? ബി എന്ന് പറഞ്ഞൊരു സ്പേസിനകത്ത് ഇപ്പൊ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? എന്റെ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആണല്ലോ. ഇനി അതിനെ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ബി എന്ന് കൊടുത്താൽ പോരെ? ഓക്കെ, പ്രിന്റ് ബി എന്ന് കൊടുത്താൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടും? ആ എന്റെ ഡാറ്റ ടൈപ്പ് കിട്ടും. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ വേരിയബിൾ ആക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ പ്രിന്റിനകത്ത് കൊടുത്താലും മതി. ഓക്കെ ആണോ? ചെയ്ത് നോക്കിയേ. ചെയ്തോ? ഒരു ബൂളിയനും അതുപോലെ തന്നെ സ്ട്രിങ്ങും ഇൻഡിജറും ഇതേപോലെ കൊടുക്കും. ബൂളിയൻ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട? കോഡ്സിനകത്തൊന്നും കൊടുക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ഡാറ്റ ടൈപ്പിലും ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്യുക, അതിന്റെയൊക്കെ ഡാറ്റ ടൈപ്പ് കൂടി ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തേ.
ആ ചെയ്ത് കഴിഞ്ഞോ? ആ, എന്തോ? ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് നോക്കി? ഡാറ്റ ടൈപ്പ് എന്താ, വേരിയബിൾ എന്താ നോക്കിയിട്ടുണ്ട്. രണ്ടും ക്ലിയർ അല്ലേ? ഉം. ഓക്കെ, നമുക്ക് അടുത്തത് ഫോർമാറ്റ് സ്ട്രിംഗ് ആണ് നോക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നില്ല. ഓക്കെ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാന് ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഫംഗ്ഷൻ വരെ ഏകദേശം ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഒരു മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നു.